ഇവിടെ പേഴ്സ് വാങ്ങിച്ചാൽ മാത്രം പോരാ, ആ പേഴ്സിൽ എന്തൊക്കെ ഇടണമെന്ന് അവർ പറഞ്ഞു തരും. ആ സാധനം വരെ അവർ തരും. അത്ര സ്നേഹമുള്ള മനുഷ്യന്മാരങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമോ നീ? എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ വീട്ടിലുള്ള സകലമാന പൊടിയും ഇങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ വന്ന് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുമ്പോൾ പറ്റുമെന്നറിയാം. എന്നാൽ പോലും ഇത്തരം സാധനങ്ങൾ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വക്രമാണ്, ഒരു ആർത്തിയാണ് പൂക്കൾ കണ്ടാലെടുക്കാൻ. പിന്നെ ഇവിടെ പോയാലും വാങ്ങാത്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട്, അത് വളരെ നിർബന്ധമാണ്. വാവ്. ഇവിടെ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ടോയ് ഈ റിങ്ങാണെന്ന് തോന്നുന്നു. എല്ലാ ടോയ് സെക്ഷനിലും കാണാം ഈ സാധനം. ഞാനാണെങ്കിൽ ഇത് എപ്പോഴും കാണുമ്പോൾ എനിക്ക് ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആശയാണ്. ഞാനൊന്ന് തകർത്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആ സകലമാന മനുഷ്യർ അവിടെ നിന്ന് എൻ്റെ ഈ അക്രമം കണ്ടിട്ട് നോക്കുന്നുണ്ടപ്പോൾ എന്നോട് ഈ കൊച്ചു പറഞ്ഞു, ഞാൻ ചെയ്ത് കാണിച്ചാലേ ചെയ്ത് കണ്ടല്ലോ. എൻ്റെ അതേ അവസ്ഥയാണ് അവൾക്കും. പിന്നെ അവൾ എന്നെ പോലെയല്ല, അവൾക്ക് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് അവൾ പറഞ്ഞു അത് അവളുടെ കുഴപ്പമില്ല, റിങ്ങിൻ്റെ കുഴപ്പം, റിങ് മാറ്റിയെടുത്ത പ്രശ്നം തീരുന്നു. ഉയിര് പോയാലും തോറ്റെന്ന് സമ്മതിക്കരുതടാ. ഞങ്ങൾ ഭയങ്കര ഹൈലി റിസ്കിയർ ആയിട്ടുള്ള ജോബ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. അത്രയും കുപ്പി ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കാനും വേണം മിനിമം ധൈര്യം. ഇയാൾക്ക് എൻ്റെ അച്ഛനമ്മയും പണ്ടേ പരിചയമുണ്ടായിരുന്നു തോന്നുന്നു. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം പറയും, ഇതാണോ ഇത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി തരാമല്ലോ. പണ്ട് അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാ വാങ്ങണേ, വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കാമല്ലോ. എനിക്കിതൊക്കെ കാണുമ്പോൾ വല്ലാതെ എസ്തെറ്റിക് സെൻസ് വരും. ഹലോ നോക്കൂ, എസ്തെറ്റിക് അല്ലേ? വലിയ കഷ്ടം. എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത കുട്ടിയന്മാരുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഇനിയൊരു മദ്യവിമുക്തമായ രാഷ്ട്രത്തിൽ വന്നു ചേർന്നത് കൊണ്ടാണോ എന്തോ എനിക്ക് ഇമാതിരി കുപ്പികളൊക്കെ കാണുമ്പോൾ നാട്ടിൽ വൈനിട്ട് വെക്കുന്നതും കമ്പൂച്ചിയും പിന്നെ ചെത്തുകളിറക്കിയതൊക്കെ ഓർമ്മ വരണേ. ഇനി എൻ്റെ പ്രശ്നമാണോ എന്തോ. ഇതെന്താ ഇത്? ഇതെന്താ? കേക്കും പുഡിങ് ഇങ്ങനെ മുറിച്ച് കേക്ക് ലെയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ലെയറൊക്കെ കാണാൻ പറ്റും. അങ്ങനെ തിന്നു, ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് തിന്നോ? ഞാൻ ആ സാധനം എടുക്കാതിരിക്കാൻ വളരെ ബുദ്ധിപരമായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണോ എക്സ്പ്ലനേഷൻ വരെ എനിക്കൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. എന്താണെന്നറിയില്ല, ബേക്കിംഗ് നിർത്തിയ പിന്നെ ബേക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടാൽ എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. കാരണം വാങ്ങിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചാണല്ലോ, അതുകൊണ്ടേയിരിക്കും പാവം. സ്വർണ്ണപാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. എന്നോട് ചോദിക്കുക ഇതിനൊക്കെ ആവശ്യം എന്താണെന്ന്. ആവശ്യമൊക്കെ നോക്കിയിട്ടാണോ സാധനം വാങ്ങണേ? കാണുമ്പോൾ അങ്ങ് വാങ്ങുന്നതല്ലേ, പിന്നെ ആവശ്യങ്ങൾ ഉണ്ടായിക്കോളും. ഞങ്ങളുടെ നാട്ടിൽ ദുരന്തങ്ങളെ ദുരു എന്ന് പറയാറ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എസ്തെറ്റിക് സെൻസ് അങ്ങ് തിളച്ച് വന്ന കാരണം പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ബൈ.